കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു സ്ഥലം വിസിറ്റ് ചെയ്യുണ്ടായി. നല്ല കിടിലൻ സ്ഥലം. അപ്പോഴേ ഓർത്തതാ ഇതെല്ലാവരും ഒന്ന് കാണിക്കണമെന്ന്. ഞങ്ങൾ ഹാംസ്റ്റഡ് സ്റ്റേഷനിൽ നിന്നാണ് യാത്ര തുടങ്ങിയത്. നല്ല ക്ലൈമറ്റ് ആയിരുന്നു. യാത്ര ഭയങ്കര രസമായിരുന്നു. ഇങ്ങനെ വിൻഡ് മില്ലും ഇടയ്ക്ക് ചില സ്ഥലത്ത് കടലുണ്ടായിരുന്നു, കുതിരേൻ്റെ സ്ഥലങ്ങളുണ്ടായിരുന്നു. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇങ്ങനെ പോയി ഇതാണ് നമ്മളെ ഡെസ്റ്റിനേഷൻ, റെയിൽവേ സ്റ്റേഷൻ ഏഞ്ചൽ ഹോം. അവിടെ നിന്ന് നോക്കിയാൽ കാണുന്ന ദൂരത്തിലാണ് നമ്മൾ പോയ സ്ഥലം. ഏഞ്ചൽ ഹോം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നോക്കിയാൽ കാണുന്ന ദൂരത്താണ് യാൻ വാക്കൻസ് മ്യൂസിയം. ഒരു പഴയ ലോക്കോമോട്ടീവ് ഷെഡാണ് ഈ മ്യൂസിയം. സ്വീഡന്റെ റെയിൽവേ ചരിത്രം പറയുന്ന പ്രധാനപ്പെട്ട ഒരു മ്യൂസിയമാണ് ഈ യാൻ വാക്കൻസ് മ്യൂസിയം. ഇവിടെ ട്രെയിനുകൾ എങ്ങനെ സ്വീഡന്റെ ജനജീവിതം, യാത്രകൾ, വ്യവസായം, സംസ്കാരം എന്നിവയെ മാറ്റിമറിച്ചു എന്ന് വളരെ മനോഹരമായി കാണിച്ചു തരുന്നു. 1800-കളിൽ തുടങ്ങുന്ന ഈ കഥ ഇന്നത്തെ ഹൈടെക് ട്രെയിനുകളിലേക്കുള്ള യാത്രയിലൂടെ നമുക്ക് അനുഭവിക്കാൻ കഴിയും വിധത്തിലാണ് ഒരുക്കിയിട്ടുള്ളത്. യന്ത്രസഹായമില്ലാതെ ഓരോ കാലഘട്ടത്തിലും റെയിൽപാതയുടെ നിർമ്മിതി എങ്ങനെ ആയിരുന്നു എന്ന് ഓരോ ചിത്രീകരണത്തിൽ നിന്നും നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. ഇതൊരു പഴയ റെയിൽവേ സ്റ്റേഷൻ്റെ മോഡലാണ്. നമുക്ക് ഒരു ഭാഗത്തൊരു പാലം, പിന്നെ സ്റ്റേഷനിൽ നിന്ന് സാധനങ്ങൾ കയറ്റുകയും ഇറക്കുകയും ചെയ്യുന്ന ആളുകൾ, സാധനങ്ങൾ, കാത്തു നിൽക്കുന്ന ആളുകൾ. വളരെ ചെറിയൊരു രൂപമാണെങ്കിലും അത് എത്ര കൃത്യമായിട്ടാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ഒരു ജീവനുള്ളതുപോലെ തോന്നുന്നു. തുടക്കത്തിലെ സിഗ്നൽ സംവിധാനവും വളരെ കൗതുകമുള്ളതാണ്. ട്രെയിൻ വരുന്നു എന്ന് അറിയിക്കാനായി ഒരു സ്റ്റാഫ് ലൈറ്റ് തള്ളണം, അല്ലെങ്കിൽ പതാക കാണിക്കണം. ഈ സിഗ്നൽ സംവിധാനത്തിൽ തന്നെ എന്തൊക്കെ മാറ്റമാണ് വന്നിട്ടുള്ളത്. യാൻ വാക്കൻസ് റെയിൽവേ മ്യൂസിയത്തിന്റെ മറ്റൊരു പ്രധാന ഭാഗമാണ് ഫിലിം തിയേറ്റർ. ഇവിടെ റെയിൽവേയുടെ ചരിത്രത്തെക്കുറിച്ചും യാത്രാ മാധ്യമങ്ങളുടെ വികസനത്തെക്കുറിച്ചും എഞ്ചിനീയറിംഗിലെ മാറ്റങ്ങളെക്കുറിച്ചും നിരവധി കാര്യങ്ങൾ അടങ്ങിയ ഒരു ഡോക്യുമെൻ്ററി പ്രദർശനമുണ്ട്. ഓരോ അരമണിക്കൂറിലുമാണ് ഡോക്യുമെൻ്ററി പ്രദർശിപ്പിക്കുന്നത്. പഴയ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ സെറ്റിങ്ങിൽ നമുക്ക് ഇരുന്ന് ഡോക്യുമെൻ്ററി ആസ്വദിക്കാം. പ്രാദേശിക, ദേശീയ, അന്താരാഷ്ട്ര തലങ്ങളിൽ പ്രേക്ഷകർക്ക് മനോഹരവും പഠനപരവുമായ അനുഭവം നൽകുന്ന ഈ ഫിലിം ഷോകൾ ഒരിക്കലും മിസ് ചെയ്യരുത്. ഇതൊരു കിടിലൻ എക്സ്പീരിയൻസ് ആണ്. ഈ ഫിലിം ഷോകൾ ട്രെയിൻ യാത്രയുടെ സാംസ്കാരികവും സാമൂഹികവുമായിട്ടുള്ള ഗുണങ്ങളും എല്ലാം അതിവിശദമായിട്ട് കാണിക്കുന്നു. സ്വീഡിഷ് ഭാഷയിലാണ് ഈ ഡോക്യുമെൻ്ററി ഉള്ളത്, പക്ഷേ നമുക്ക് ഇംഗ്ലീഷ് സബ് ടൈറ്റിലുകൾ അവൈലബിൾ ആണ്. ഈ ഡോക്യുമെൻ്ററിയുടെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഫീച്ചർ എന്താണെന്ന് അറിയോ? ഡോക്യുമെൻ്ററി പ്രദർശനത്തോടൊപ്പം തൊട്ട് താഴെ കാണുന്ന മിനിയേച്ചർ റെയിൽവേ ലൈവ് ഡെമോൺസ്ട്രേഷൻ. ഇവിടെ മനോഹരമായി രൂപകൽപ്പന ചെയ്ത ചെറിയ ട്രെയിൻ മോഡലുകൾ സ്ക്രീനിൽ റെയിൽവേയുടെ ഓരോ ചരിത്രം രേഖപ്പെടുത്തുമ്പോഴും ലൈവായിട്ട് നമുക്ക് മുന്നിലൂടെ അത് കാണാം. ഈ സെറ്റ് അങ്ങേയറ്റം വിശദമായി രൂപപ്പെടുത്തിയതാണ്. സിറ്റി സ്റ്റേഷനുകൾ, കിഴക്കൻ ഗ്രാമങ്ങൾ, തുരങ്കങ്ങൾ, പാലങ്ങൾ, പോസ്റ്റിംഗ് ഹൗസ്, ചെറുകിട സ്റ്റേഷനുകൾ എല്ലാം വളരെ കൃത്യതയോടെയാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. കലയും ടെക്നോളജിയും കൂടി ചേർന്ന് ചരിത്രത്തെ ഒരു കാഴ്ചപ്പാടാക്കി മാറ്റുന്ന ഈ രണ്ട് സെക്ഷനുകളും, ഡോക്യുമെൻ്ററി പ്രദർശനവും ലൈവ് ഡെമോൺസ്ട്രേഷനും, ഒരിക്കലും മറക്കാനാവാത്ത ഒരു അനുഭവമാണ്. ഈ കയറാൻ പോകുന്ന സിമുലേറ്റർ ഇല്ലേ, ഇത് മനുഷ്യൻ്റെ യാത്രാമോഹത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും സാങ്കേതിക വിദ്യയുടെയും എല്ലാം ഒരു സംയോജിത രൂപമാണ്. ഒരു എൻജിൻ ഡ്രൈവറെ പോലെ നമുക്ക് സ്റ്റീം എൻജിനിലും ഇലക്ട്രിക് ട്രെയിനിലും ഹൈ സ്പീഡ് ട്രെയിനിലും ഒക്കെ പോകുന്ന അനുഭവം നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. സ്ക്രീനിലുള്ള വിഷ്വലിൻ്റെ കൂടെ അത് നമ്മൾ കാണുക എന്നതിനുപരി നമ്മളത് അനുഭവിക്കുകയാണ് ചെയ്യുക. ഈവൻ കാറ്റ് യാത്ര ചെയ്യുന്ന സമയത്ത് കാറ്റ് മുഖത്തടിക്കുന്ന പോലും ആ തണുപ്പ് പോലും നമുക്ക് ഫീൽ ചെയ്യാം.
ഈ യാത്രയിലെ മറക്കാനാവാത്ത മറ്റൊരു അനുഭവം കൂടിയായി ഇത്. ഈ പവർ റൂഫ് ടെസ്റ്റ് രസമായിരുന്നു. ഒരു വലിയ ഇരുമ്പ് എഞ്ചിന് മുന്നിൽ കെട്ടിയ കയറിൽ വലിച്ചാൽ ഒരു പ്രഷർ സെൻസറിലൂടെ നമുക്ക് എത്ര ഹോഴ്സ് പവർ ഉണ്ടെന്ന് സ്ക്രീനിൽ കാണാം. മ്യൂസിയത്തിന് പുറത്തുമുണ്ട് ഒരുപാട് അത്ഭുതങ്ങൾ.